ഈ ഒരു കുരുപ്പ് എന്നെ പ്രാങ്ക് ചെയ്തു ഗൈസ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറുവിൻ്റെ അച്ഛൻ്റെ പേര് പീതാംബരൻ. നിന്നെ എനിക്കറിയാം, നിന്റെ അമ്മയുടെ ഒരു ഭവാനിയമ്മ എന്നല്ലേ. ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് ട്രക്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിലി വ്ളോഗാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് എന്നെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഷോർട്സിലെല്ലാം കണ്ടിട്ടുള്ള നമ്മുടെ ഓൺ ആൻഡ് ഓൺലി മൈക്യൂൻ എന്ന് പറയാം പാറക്കുട്ടി. പാറക്കുട്ടി 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 ഇതാണ് പാറക്കുട്ടി. അപ്പോൾ പാറക്കുട്ടി എൻ്റെ അനിയത്തിയുടെ മോളാണ്. അപ്പോൾ പാറക്കുട്ടി എന്താണ് പറയാനുള്ളത്? പറയൂ. ഓ, അവളൊന്ന് നാണം. അപ്പം പാറുകുട്ടി ഇങ്ങനെ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അളിയനും അനിയത്തിയും പുറത്ത് പോയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അവരെന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വരും. അപ്പോൾ ഇന്നിങ്ങനെ ഇത് വേറെ പ്രത്യേകിച്ചൊരു പണിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഈ കുരുപ്പാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് എൻ്റെ അടുത്ത് ഓരോരോ ഡാൻസ് കാണിച്ചിട്ട്, മാമ നമുക്ക് അങ്ങനെ ഷോർട്സ് ചെയ്യാം, ഇങ്ങനെ ഷോർട്സ് ചെയ്യാന്നൊക്കെ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഷോർട്സ് ഡാൻസ് കളിക്കാൻ പറ്റിയൊരവസ്ഥയൊന്നുമല്ല. അതൊക്കെ അറിയാം, മനഃപൂർവ്വം ഇവൾ എന്നെ ഓരോരോ ഡാൻസ് കാണിച്ച് മാമ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണം. അപ്പം അതിന് പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഡെയിലി വ്ളോഗ് ഇടുന്നത് ഗൈസ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഗൈസ്, പിന്നൊരു കാര്യം എന്ന് പറയുന്നത് വന്നപ്പം തന്നെ ഇവൾ എന്നെ പ്രാങ്ക് ചെയ്തു ഗൈസ്. ഈ കുരുപ്പ് എന്നെ പ്രാങ്ക് ചെയ്തു. ഈ ഒരു കുരുപ്പ് എന്നെ പ്രാങ്ക് ചെയ്തു ഗൈസ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഒരു സ്വർണ്ണ കൊലുസ് കണ്ടില്ലേ ഗൈസ്, സ്വർണ്ണ കൊലുസ് അവൾക്ക് അവൾ അച്ഛനും അമ്മയും കൂടെ അവൾക്ക് സ്വർണ്ണ കൊലുസ് മേടിച്ചു കൊടുത്തു. അത് 2 പവൻ്റെ കൊലുസാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ പ്രാങ്ക് ചെയ്തു. ശരിക്കും ഇത് സ്വർണ്ണ കൊലുസാണോ? ആണോ? പിന്നെ എന്താണിത്? പറ. 200 രൂപയുടെ കൊലുസാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ സ്വർണ്ണമാണെന്നേ തോന്നുന്നു. നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? അടിപൊളി. പിന്നെ അത് മാത്രമല്ല, അവള് തലമുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. എവിടെ കാണിച്ചോട്. അടിപൊളി. ഡാൻസ് കളിച്ചിട്ടുള്ള ഷോർട്സിലൊക്കെ അവൾക്ക് കുറച്ചുകൂടെ തലമുടിയുണ്ട്. ഏതുവരെ ഉണ്ടായിരുന്നു തലമുടി? അതുവരെ. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നു തലമുടി. ഇപ്പോൾ അവള് തലമുടിയൊക്കെ വെട്ടി കുറച്ചുകൂടെ സുന്ദരിയായിരിക്കുകയാണ് അല്ലേ ഗായ്സ്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. പ്ലാൻ എന്തായാലും പാറക്കുട്ടി വന്ന സ്ഥിതിക്ക് അവളി തന്നെ പറയുന്നതാണ് ഇന്നത്തെ പ്ലാൻ എന്താണെന്ന്. ഓക്കെ, പറയൂ പാറക്കുട്ടി. നമ്മൾ ഇന്ന് കുറച്ച് ഗെയിംസ് കളിക്കുന്നുണ്ട്. അതിനു മുമ്പ് പാറക്കുട്ടി കേക്ക് വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം ഗെയിംസിലോട്ടൊക്കെ പോകുന്നതാണ് ഗൈസ്. അപ്പം കേക്ക് കഴിക്കാൻ പോവാം. അങ്ങനെ ഇനി കേക്കൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഗെയിംസിലോട്ട് പോവാം. റീൽസൊക്കെ എടുക്കുന്നത് എൻ്റെ അനിയത്തിയാണ്. ഇനി കണ്ടില്ലെന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയുണ്ട് കേക്ക്? യെസ്, അടിപൊളി കേക്കാണ്. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എങ്ങനെയുണ്ട് കേക്ക്? പൊളി. പിന്നല്ല, അപ്പം പൊളി എന്നാണ് പറയുന്നത്. ഇനി എൻ്റെ അമ്മ കണ്ടിട്ടില്ലാത്തൊരു കാണുക. ഇതാണ് അമ്മ. എങ്ങനെയുണ്ട് കേക്ക്? ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ നേരെ അടുത്തൊരു ഗെയിമാണ് കളിക്കാൻ വന്നത്. പാറക്കുട്ടി ഒരു അക്ഷരം പറയും. ചോദ്യം ചോദിക്കുമ്പോൾ ആ അക്ഷരം ആദ്യം വരുന്നത് രീതിയിലുള്ള ഉത്തരം പറയണം. ലാ വെച്ചിട്ടാണ്. പേരെന്തോ? ലാലപ്പൻ. ലാലപ്പനും കഴിക്കാൻ എന്താ ഇഷ്ടം? കഴിക്കാൻ ലുലുമാണ്. അടുത്ത് ഞാനാണ് ചോദിക്കാൻ പോകുന്നത് പാറക്കുട്ടീൻ്റെ അടുത്ത്. എൻ്റെ അക്ഷരം രാ. അറിയാമല്ലോ, പഠിച്ചിട്ടൊക്കെ. അപ്പൊ പേരെന്തോന്നാണ്? രാധ. രാധ ഇന്ന് എന്താണ് കഴിച്ചത്? രാധയെ തന്നെ തിന്നു. എന്റെ അക്ഷരം എന്ന് പറയുന്നത് പാ. പേരെന്തോന്നാണ്? പാറു രാവിലെ എന്താണ് കഴിച്ചത്? പുട്ട്. പാറുവിന്റെ അച്ഛന്റെ പേര്? പീതാംബരൻ. നിന്നെ എനിക്കറിയാം, നിന്റെ അമ്മയുടെ ഒരു ഭവാനിയമ്മ എന്നല്ലേ. പാറുവിന്റെ കൂട്ടുകാരിയുടെ പേര്? പഞ്ചിമ. പേരെന്തോന്നാണ്? നീനക്ക് ഇഷ്ടമുള്ള ആഹാരം ഏതാണ്? നാരങ്ങ വെള്ളം. നീന ഒന്നും കഴിക്കൂലേ? പറയണം, എന്തോന്നാണ് നീനയ്ക്ക് വേണ്ടത്? തരാം, നീനയ്ക്ക് തരാം. നാളെ ഒരു ടൂർ പോവുകയാണല്ലേ? എവിടെയാണ് ടൂർ പോണേ? 3 യാത്രകൾ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് പറയൂലേ? ഇനി അടുത്ത് തുടങ്ങാൻ പോവില്ലേ? രാവിലെ എഴുതിക്കണ്ടേ? 3 പോകണ്ടേ? അപ്പോൾ ഗൈസ്, ഈ ഒരു നൈറ്റ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുവിട്ട ആൻഡ് ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ signing out.